പ്രാഥമിക ജീവൻ രക്ഷാ മാർഗങ്ങളും പരിശീലനങ്ങളും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. എൽത്തുരുത്ത്, പാലിയന്തുരുത്ത്, ചേന്നംകുളം പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളായ തറവാട്, മാതൃകം, സംഗമം, ഐശ്വര്യ കുടുംബക്ഷേമ ട്രസ്റ്റ്, സ്നേഹജ്വാല ചേന്നംകുളം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പഠന ക്ലാസ് സംഘടിപ്പിച്ചത്. ഡോക്ടർ മനു പി വിശ്വവും സംഘവുമാണ് ക്ലാസ് നയിച്ചത്. 5 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്നത്തെ ഈ CPR അല്ലെങ്കിൽ BLS പഠിക്കുന്നതിലൂടെ ഒരു ഡോക്ടറും നിങ്ങളോട് അങ്ങനെ പറയില്ല. കാരണം പ്രാഥമിക ജീവൻ രക്ഷാ പ്രവർത്തനം നിങ്ങൾ പഠിക്കുന്നത് അതിനു വേണ്ടിയാണ്. നിലച്ചുപോയ ഹാർട്ടോ ലങ്സോ ശരീരാവയവങ്ങളെ വീണ്ടും പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഡോക്ടർമാർക്കും പ്രാഥമികമായിട്ട് അവിടെ ചെയ്യാനുള്ളത്. ഒരു ICU ആയിക്കോട്ടെ, ഒരാൾ കുഴഞ്ഞു, ഒരാളുടെ ഹാർട്ട് നിന്നു പോകുന്നു, ഡോക്ടർമാർ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ വിചാരിക്കുക അവിടെ എന്തൊക്കെയോ മരുന്നുകളൊക്കെ കൊടുക്കും. അല്ല, ആദ്യമായി നമ്മൾ പറയുന്ന നെഞ്ചത്ത് ഇടി, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷമാണ് മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. ആർക്കാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? പക്ഷെ നിങ്ങളിലൂടെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തും, പല ആളുകളിലേക്ക് എത്തും. അവിടെ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരാൾ, അല്ലെങ്കിൽ വഴിയിലുള്ള ആൾ, ഇതിലെല്ലാവരും അടുത്ത് എത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാണ്? എൻ്റെ ജീവനും കൂടി നിങ്ങളുടെ കയ്യിലായിരിക്കും. ഞാൻ ഉണ്ടേക്കളവിൽ വരുന്ന സമയത്ത് ഞാൻ കുഴഞ്ഞു വീഴുന്നു, സന്തോഷം അവിടെ ഉണ്ട്, എനിക്ക് സമാധാനമുണ്ട്. എന്താണ് സന്തോഷിന്? CPR-ഉം BLS അറിയാം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുഴയുമ്പോഴും ഞാൻ സന്തോഷിന്റെ മുഖമാണ് നോക്കുന്നത്, ഇല്ലേ? എന്നെ രക്ഷിക്കും, അവനത് പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇതിന്റെ ആവശ്യകത മനസ്സിലായില്ലേ? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. PK പരമേശ്വരൻ മാസ്റ്റർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോട് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഞാനത് പറയാറുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഒരു മനസ്സിൻ്റെ ഒടുവിലേക്ക് ചെയ്യുക. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് പറയാറ്. ഇനി ഈ ക്ലാസ്സിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും എൻ്റെ ജീവിതത്തിൽ പല അപകടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളത്തിൽ മുങ്ങി മരിച്ച പ്രൊഫസർ CG ചന്താമരാക്ഷൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CS സുവിന്ദ്, KM വത്സല, EN രാധാകൃഷ്ണൻ, TB സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഒരു ആളുടെ അപകടാവസ്ഥ, രോഗാവസ്ഥ മൂർച്ഛിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ചെറിയ വൈദ്യസഹായമല്ല, ഒരു പ്രാഥമിക ശുശ്രൂഷ, അതായത് ശുശ്രൂഷ കൊടുക്കുന്നതിനാണ് നമ്മൾ പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത്. അതായത് വിദഗ്ധമായ വൈദ്യസഹായം എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ശാസ്ത്രീയമായ, അല്ലാതെ ഇലവെച്ച് കെട്ടലും അതുപോലെ ഊതലും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മുറിവിൽ ചായപ്പൊടി കോരിയിടുന്നതും വെളിച്ചെണ്ണ കോരി ഒഴിക്കുന്നതും ഒക്കെ ആയ ചോട്ടിൽ, അതല്ല, ശാസ്ത്രീയമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രഥമ ശുശ്രൂഷ. പ്രഥമ ശുശ്രൂഷ കൊണ്ട് ഫുൾ സ്ക്രീനില്ല അല്ലേ? 2-3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കാം. പ്രഥമ ശുശ്രൂഷ കൊണ്ട് എന്താണ് നേട്ടം? ഒരാൾ ആക്സിഡൻ്റ് ആയി കിടക്കുന്നു, കഴുത്തിന് എന്തെങ്കിലും പരിക്കായിട്ട് കിടക്കുന്നു, കഴുത്തിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, നിലത്ത് കിടക്കുകയാണ്. നമ്മൾ ഓടിച്ചെന്ന് എടുക്കുന്നു. എങ്ങനെയാണ് എടുക്കുക? ഇങ്ങനെ വാരിയെന്ന് അല്ലേ? പിന്നെ എന്നെ എടുക്കുക. ഇങ്ങനെ എടുത്താൽ എന്ത് സംഭവിക്കും? കഴുത്തിലെ എല്ല് പൊട്ടിയിരിക്കുക, അതിൻ്റെ പുറകിൽ എന്താണ്? സുഷുമ്നാ നാഡിയാണ്. അതിനെന്ത് സംഭവിക്കും? അതോടുകൂടി ആളുടെ, അതായത് മരിച്ചിട്ടില്ല, ആൾക്ക് അപകടം പറ്റിയിട്ടുള്ളൂ, നമ്മളായിട്ട് ആൾക്ക് എന്ത് കൊടുക്കും? മരണം കൊടുക്കും. അപ്പോൾ ഒരു മരണവും ജീവിതവും തമ്മിലുള്ളൊരു വ്യത്യാസം ഈ പ്രഥമ ശുശ്രൂഷയ്ക്കുണ്ട്. നമ്മുടെ സിനിമാ നടൻ ജഗതിക്ക് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയിലും എടുത്തുകൊണ്ട് പോകുന്നതിലും ഒക്കെ കുറച്ച് അപാകതകൾ പറ്റിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ക്ഷതം കൂടുതലായിട്ട് ഭവിക്കും. അപ്പോൾ നമ്മുടെ പരുക്കുകൾ ചിലപ്പോൾ നട്ടല് പൊട്ടിയ ഒരാളാണെങ്കിൽ കാല് നടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ആശുപത്രിയിൽ കിടക്കല്, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഗുണം കൊണ്ട് ചിലപ്പോൾ ആള് പാരാലിറ്റിക് ആയിട്ട് കുറേ കാലം ആശുപത്രിയിൽ കിടക്കും, അല്ലെങ്കിൽ കോമയിലാവും. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ പഠിച്ചു നിൽക്കുമോ? നമ്മുടെ ആരെങ്കിലും അല്ല ഈ കിടക്കുന്നത്? നമ്മുടെ അച്ഛനാകാം, സഹോദരനാകാം, കൂട്ടുകാരനാകാം,